എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കൊലപാതകങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. കാരണം ഇവിടെ കഞ്ചാവ് MDMA ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് അതിന് മുമ്പ് നടന്ന അറിയാമല്ലോ എന്തുവാന്ന്. ഇവിടെ എല്ലാം കൊലപാതകം, തലയടിച്ച് പൊട്ടിക്കൽ, അത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് അടുത്ത കേസ് എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായില്ല നമുക്ക് അടുത്ത കേസ് എന്തായിരിക്കും. അതിന് മുന്നത്തെ കേസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഈ കൊലപാതകത്തിന് മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അത് നിരന്തര കൊലപാതക വാർത്ത ഓർക്കുന്നില്ലടോ. ആ, അതിന് മുമ്പ് എന്തോ നടന്നുകൊണ്ടിരുന്നത്? ഓ അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. വാർത്തകളുടെ ഒരു പോക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന വാർത്തയൊക്കെ ഓർക്കുന്നുണ്ട്. പുറകോട്ട് എടുത്ത് നോക്കിയാൽ ഭയങ്കര രസം. ഒരു 3 മാസമല്ലേ അതിൽ കൂടുതൽ ഒന്നിനും ഒരു ഇതില്ല, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം അത് കൊണ്ടുവന്ന് സെലിബ്രിറ്റീസിനെയൊക്കെ പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനത്തെ മയക്കുമരുന്നിലോട്ട് ചെന്ന് കയറി പടപടാന്ന് പറയണം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെലിബ്രിറ്റീസിൻ്റെ അടുത്തോട്ട് കയറി ചെന്ന് ഇതുപോലെ കുറേ പേരുടെ വാർത്ത ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തായിരിക്കും? അടുത്ത ഇലക്ഷൻ ആയിരിക്കും അല്ലേ? ഇനി ഇലക്ഷൻ വാർത്തകളിലേക്ക് പോകാം. അതിന് മുമ്പ് സിനിമ. അയ്യോ, ഹേമ കമ്മിറ്റി പെണ്ണ് കേസ്. അയ്യോ ശരിയാ കേട്ടോ. ആ പെണ്ണ് കേസിൽ നിന്നാണ് തട്ടിത്തെറിപ്പിച്ച് ഈ കൊലപാതകത്തിൽ കൊണ്ടുവച്ചത്. പിന്നെ കൊലപാതകം കൂടിയപ്പോൾ ഉണ്ട് നമ്മളെന്നാൽ പിന്നെ ഇനി മാറ്റിയേക്കാം, ഇനി പോളിശരത്തെ ട്രാക്ക് മാറ്റ്. അപ്പോൾ ഇനി മാറ്റാൻ സമയമായി. ഇപ്പം വേടനോടുകൂടി ഇത് തീരുമോ? എങ്ങനെയാ ഒന്ന് പറയാമോ? ചെകുത്താൻ്റെ വിളയാട്ടൊക്കെ ഏഷ്യാനെറ്റിൽ കണ്ടില്ലേ? ആറാട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വാർത്തകളാണ് ഇപ്പോൾ. ആറാട്ടൻ്റെ അറസ്റ്റിൽ. നല്ല രസമുണ്ടായിരുന്നു. പരിപാടി അവതരിപ്പിക്കുന്നതാണോ നല്ല രസമുണ്ട്. എത്ര നാളിങ്ങനെ കണ്ണി പൊടിയിട്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റിച്ച് അല്ലേ? എന്തൊരു ജീവിതം ഇത്.